ആരുടെ കാര്യത്തിലും അങ്ങനെ വലിങ്ങനെ അഭിപ്രായം പറയാൻ പോവാറില്ല കേട്ടോ. കാരണം നമുക്ക് അഭിപ്രായം പറയാനുള്ള ഇതുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചിലത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇപ്പം നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്നൊരു ചാനൽ തുറന്നാൽ ഉടനെ കിട്ടുന്ന മുഴുവനവും ന്യൂസ് ദിയ കൃഷ്ണനെ കുറിച്ചാണ്. അപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി എൻ്റെ സൈഡിൽ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് കൂടി ഒന്ന് പങ്കുവെക്കാം. എത്ര പേര് അതിൽ യോജിക്കുന്നുണ്ട്, എത്ര പേര് അതിൽ യോജിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, ഞാൻ ദിയ കൃഷ്ണയുടെ ഭാഗത്താണ്. നമ്മൾ മാങ്ങയുള്ള മാവിനെ കല്ലെറിയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടോ? അതേപോലെയാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ. ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, അനിയത്തികളെപ്പോലെ കണ്ടിട്ട് കൂടെ നിർത്തിയതാണെന്ന്. അപ്പോൾ അവർക്കറിയാം, ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിലയും വിലയുള്ള ആൾക്കാർ, 10 പേരെ അറിയുന്ന ആൾക്കാരെക്കുറിച്ച് കുറ്റം പറയാൻ നിന്നാൽ പബ്ലിസിറ്റി കിട്ടുമെന്നുള്ളത് അവർക്കറിയാവുന്നൊരു കാര്യമാണ്. ഈ പബ്ലിസിറ്റിക്ക് അവരുടെ പൈസ കട്ടതും പോരാ, ഇവർക്കിനി പബ്ലിസിറ്റിയും കൂടി കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ 64 ലക്ഷം രൂപ 10 മാസം കൊണ്ട് നിങ്ങൾ മോഷ്ടിച്ചെടുത്തു, എന്നിട്ടും നിങ്ങൾക്ക് അടങ്ങാനായിട്ടില്ല എന്ന് പറയുന്നത്, പറയാത്ത കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ കയ്യിൽ എല്ലാത്തിനുമുള്ള പ്രൂഫുണ്ട്. ഇവരുടെ കയ്യിലിട്ട് ഒന്നും ഇല്ലതാണ്. അപ്പോൾ ഇവർക്കറിയാം, മാങ്ങയുള്ള മാവിനെ കല്ലെറിഞ്ഞാൽ കാര്യമുള്ളൂ എന്നുള്ളത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ആ കൊച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, ഡെലിവറി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലും ആ കൊച്ചു തന്നെ പറയുന്നുണ്ട്, അമ്മ ഒരു കാസ്റ്റ്, അച്ഛൻ വേറൊരു കാസ്റ്റ്, ഭർത്താവ് വേറൊരു കാസ്റ്റ്. അപ്പം ഞാനെങ്ങനെയാണ് കാസ്റ്റ് പറയാമെന്ന്. ഇത് കാസ്റ്റ് പറഞ്ഞിട്ടൊന്നുമല്ല, എന്തെങ്കിലും അവരിൽ അടിച്ചേൽപ്പിക്കാൻ. കാരണം ദിയ കൃഷ്ണ എന്നൊക്കെ പറയുന്നത് 10 പേര് അറിയാവുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഈ 3 പെൺകുട്ടികളാണ്, നിങ്ങളെ പേര് പോലും എനിക്കറിയില്ല കേട്ടോ, സത്യം പറയാച്ചാൽ. അപ്പം ചോദിക്കും, പേരൊക്കെ പഠിച്ചു വെച്ചിട്ട് വേണ്ടേ വീഡിയോ ചെയ്യാൻ? എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ പിള്ളേരെ നിങ്ങൾ ഇപ്പോഴല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ അവർക്കറിയാം, ഇല്ലാവചനം പറഞ്ഞാൽ മാത്രമേ ഹൈപ്പ് കിട്ടുള്ളൂ എന്നുള്ളത്. തട്ടിക്കൊണ്ടുപോയോലും ഒന്ന് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ? കാരണം അവരുടെയൊക്കെ നിലയും വിലയൊക്കെ നോക്കിയിട്ട് അവരൊക്കെ വിവരക്കേട് ചെയ്യൂല എന്നുള്ളത് സാധാരണക്കാരായാലും ഒരു അന്തവും കുന്തവും വിവരമില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവുന്നൊരു കേസാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ വന്ന് പറയുക, അതൊക്കെ വിശ്വസിക്കാനും കുറച്ച് ആൾക്കാർ. പലരും രാഷ്ട്രീയം വെച്ചിട്ടാണ് പലരെയും ജഡ്ജ്മെൻ്റ് ചെയ്യുന്നതും പലരെയും ഉപദ്രവിക്കുന്നതും ഒക്കെ. പലരും മതം വെച്ചിട്ടൊക്കെയാണ്. എന്തിനാണ് മക്കളെ? ഒന്നൊരു ഇടിമിന്നലേറ്റാൽ തീരാവുന്ന ജീവിതമാണ് നിങ്ങൾക്കും എനിക്കൊക്കെ ഉള്ളത്. വെറുതെ ഈ വൈരാഗ്യ ബുദ്ധിയോടുകൂടെ ഓരോരുത്തരെയും ഇങ്ങനെ ഉപദ്രവിക്കുന്ന നേരം കൊണ്ട് അവനവൻ്റെ വീട്ടിലേക്ക് റേഷൻ മേടിച്ചിട്ട് അതിലൂടെ ജീവിക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത്. ഏതായാലും ദിയ കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുങ്ങൾക്ക് പൈസയും പോയി, മാനവും പോയി. അങ്ങനത്തെ ഒരവസ്ഥയാണ്. പൈസ നമ്മുടേത് മറ്റൊരാളുടെ കയ്യിൽ പൈസ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചെത്തണേ മക്കളെ. കുറച്ചൊന്നുമല്ല മക്കളെ പാടുള്ളത്, അത് വലിയ കഷ്ടപ്പാട് തന്നെയാണ്. പലരും പൈസയൊക്കെ കടം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ കഴിച്ചിട്ടുള്ള പൈസ നമ്മുടെ കയ്യിലിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നമ്മൾ മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കേൾക്കുമ്പോൾ അയ്യോ പാവം, നമ്മളൊന്ന് സഹായിച്ചേക്കാമെന്ന് കരുതിയിട്ട് സഹായിക്കും. അപ്പം കിട്ടുന്നത് എന്താ? പിന്നീട് അവരുടെ പ്രാക്ക്, അവരുടെ കഷ്ടപ്പാട്, ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ഏതായാലും ഞാൻ എൻ്റെ സൈഡ് പറയാണ്, ഞാൻ ദിയ കൃഷ്ണയുടെ ഭാഗത്താണ്. ആ കുട്ടിയുടെ ഭാഗത്ത് നീതിയും ന്യായവും ഉണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ സംസാരിക്കുന്നത്. പിള്ളേരെ ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കാത്തത് പോരാഞ്ഞിട്ട് ഇതുങ്ങളായിട്ട് ഇങ്ങനെ ഇട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലും എന്നാത്തിനാ പിള്ളേരെ? ഏതായാലും ഒരു ഉപജീവനമാർഗം തന്നതാ, വീട്ടിലേക്ക് അരി മേടിക്കാനുള്ള ഒരു വകുപ്പ് തന്നപ്പം ഇങ്ങനെ തന്നെ കാണിക്കണം.
ഏതായാലും ഞാൻ എൻ്റെ സൈഡൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി. അത്ര മാത്രമേ ഉള്ളൂ. ബൈ.